ആകെയുള്ള 140 മണ്ഡലങ്ങളിൽ 3 പ്രധാന മുന്നണികൾ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിന് തയ്യാറെടുക്കുമ്പോഴും ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ സംബന്ധിച്ച ഒരു ഡു ഓർ ഡൈ മത്സരം തന്നെയാണ്. 3ാം തവണ കൂടി അധികാരം ലഭിക്കുമോ എന്ന തക്കം പാർന്നിരിക്കുന്ന LDF-നെ പോലെയോ അല്ലെങ്കിൽ കേരളത്തിൽ അധികാരം പിടിക്കുവാൻ സാധിച്ചില്ലെങ്കിൽ പോലും ഒരു മുന്നേറ്റം കൈവരിക്കുവാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തോടു കൂടിയിരിക്കുന്ന NDA പോലെയുമല്ല UDF-നെ സംബന്ധിച്ച് 10 വർഷമായി തങ്ങളുടെ കയ്യിൽ കേന്ദ്രത്തിലെയോ കേരളത്തിലെയോ അധികാരമില്ല. ഇനി ഒരു തവണ കൂടി അധികാരമില്ലാതെയായാൽ അത് ഒപ്പമുള്ള ഘടകകക്ഷികളെ കാര്യമായി ബാധിക്കുകയും അവർ UDF-ൽ നൽകിയിട്ടുള്ള പിന്തുണ പിൻവലിക്കുകയും ചെയ്താൽ അത് എന്നേക്കുമായി കോൺഗ്രസിനുള്ള ഒരു വലിയ തിരിച്ചടി തന്നെയായി മാറും. അതുകൊണ്ട് ഇക്കുറി ശക്തമായി തന്നെ കളത്തിലിറങ്ങുവാനാണ് UDF-ന്റെ തീരുമാനം. അതിന് ശരിയായ കളം ഒരുക്കി കൊടുത്തിട്ടുമുണ്ട് LDF. അഴിമതി ആരോപണങ്ങളുടെയും ഏകാധിപത്യത്തിന്റെയും സ്വരങ്ങൾ ഉയർത്തിക്കൊണ്ട് ഇത്തവണ അധികാരത്തിൽ കയറുവാനുള്ള എല്ലാ തന്ത്രങ്ങളും പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ സജ്ജമായി നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിടുവാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും കോൺഗ്രസിന്റെ കളങ്ങളിൽ തയ്യാറായി കഴിഞ്ഞു. 50 മണ്ഡലങ്ങളിലേക്കുള്ള കോൺഗ്രസിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. നിലവിലെ MLA-മാരിൽ 2 പേരൊഴികെ ബാക്കി എല്ലാവരും പട്ടികയിലുണ്ട്. പാലക്കാട്, തൃപ്പൂണിത്തുറ മണ്ഡലങ്ങളിലെ സിറ്റിംഗ് MLA-മാർക്ക് മാത്രമാണ് വീണ്ടും അവസരം ലഭിക്കാത്തത്. ആദ്യഘട്ടത്തിൽ 50 മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥി പട്ടികയാണ് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം സ്ക്രീനിംഗ് കമ്മിറ്റിക്ക് കൈമാറിയിരിക്കുന്നത്. 50 മണ്ഡലങ്ങളിൽ 10 ഒന്നിലധികം പേരുകളുണ്ട്. മറ്റ് 40 സീറ്റുകളിൽ ഒറ്റപ്പേര് മാത്രമാണ് ഇടം പിടിച്ചിരിക്കുന്നത്. സ്ക്രീനിംഗ് കമ്മിറ്റിക്ക് കൈമാറിയ പട്ടിക ഇനി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുന ഖാർഗെയുടെ അധ്യക്ഷതയിൽ ചേരുന്ന തെരഞ്ഞെടുപ്പ് സമിതി ചർച്ചയാക്കും. ഇതിന് പിന്നാലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും ഉണ്ടാകും. പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിന് പകരം ചലച്ചിത്ര താരം രമേശ് പിഷാരടി പാലക്കാട് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായേക്കും. നേരത്തെ മുതിർന്ന നേതാവ് K മുരളീധരന്റെ പേര് ഇവിടേക്ക് ഉയർന്നു കേട്ടിരുന്നതാണെങ്കിലും നിലവിൽ രമേശ് പിഷാരടി എന്ന ഒറ്റ പേരിലാണ് നേതൃത്വം ഉള്ളത്. K മുരളീധരൻ വട്ടിയൂർക്കാവിലാകും മത്സരിക്കുക. 20 മണ്ഡലങ്ങളിൽ സിറ്റിംഗ് MLA-മാർ മത്സരിക്കുമ്പോൾ തൃത്താലയിൽ കഴിഞ്ഞ തവണ പരാജയപ്പെട്ട VT ബൽറാം ഒരിക്കൽ കൂടി ജനവിധി തേടുകയും ചെയ്യും. മുൻ തൃശൂർ MP TN പ്രതാപൻ മണലൂരിൽ സ്ഥാനാർത്ഥിയാകും. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ OJ ജനീഷ് കൊടുങ്ങല്ലൂർ സീറ്റിലും സ്ഥാനാർത്ഥിയാകും. CPM വിട്ട് കോൺഗ്രസിലെത്തിയ മുൻ MLA ഐഷ പോറ്റി കൊട്ടാരക്കരയിൽ മത്സരിക്കുമ്പോൾ VP സജീന്ദ്രൻ, കുന്നത്തുനാട്, K പ്രവീൺകുമാർ കൊയിലാണ്ടി, K ജയന്ത് കോഴിക്കോട് നോർത്ത്, KM അഭിജിത്ത് നാദാപുരം, വിദ്യാബാലകൃഷ്ണൻ ഏലത്തൂർ, KA തുളസി കൊങ്ങാട് എന്നീ മണ്ഡലങ്ങളും ഉറപ്പിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ ജില്ലകളിലെ സീറ്റുകളിലാണ് ഇനി തീരുമാനം ആകുവാൻ ഉള്ളത്. തിരുവനന്തപുരത്ത് BJP-യുടെ ശക്തി കേന്ദ്രമായതുകൊണ്ട് തന്നെ കാര്യമായ രീതിയിലുള്ള ചർച്ചയ്ക്കൊടുവിൽ മാത്രമായിരിക്കും തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിത്വം തീരുമാനിക്കുക. നിലവിലെ സർവേകളുടെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ കാര്യമായ രീതിയിലുള്ള മുന്നേറ്റം BJP കൈവരിക്കുമെന്നുള്ളതാണ് ചർച്ചയായിരിക്കുന്നത്. 1 മുതൽ 3 വരെ സീറ്റുകൾ തിരുവനന്തപുരത്ത് BJP നേടുവാനുള്ള സാധ്യതയുണ്ട് എന്ന കണക്കുകൾ പുറത്തു വരുമ്പോൾ ശക്തമായ രീതിയിൽ BJP-യെ പിടിച്ചുകെട്ടിയെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ പരിശോധിക്കുമ്പോൾ ഉത്തർപ്രദേശിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടിയ പാർട്ടി ആരാണോ അവർക്കാണ് കേന്ദ്രം ഭരിക്കുവാനുള്ള സാധ്യത വർദ്ധിക്കുക. അത്തരത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ 14ഓളം വരുന്ന നിയമസഭാ മണ്ഡലങ്ങളിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ ആര് നേടുന്നു എന്നുള്ളതിലാണ് കാര്യങ്ങളുടെ ഗൗരവം ഉള്ളത്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിത്വം ശക്തമായ രീതിയിലുള്ള ചർച്ചയ്ക്ക് ശേഷം മാത്രമായിരിക്കും തീരുമാനിക്കുക. പിന്നീടെന്നുള്ളത് കൊല്ലമാണ്. കൊല്ലത്തെ സംബന്ധിച്ച ഇടതുപക്ഷത്തിന്റെ ശക്തി കേന്ദ്രമായ ജില്ലയിൽ ഒന്നാണ് കൊല്ലം. അവിടെ ഇടതുപക്ഷത്തിന് സ്വാധീനമേറെയുള്ള അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് പിന്തുണ നൽകുന്ന SC വിഭാഗത്തിൽപ്പെട്ടവരും ഈഴവ സമുദായത്തിൽപ്പെട്ടവരും ഏറെ ഉള്ളത് കൊണ്ട് തന്നെ ശക്തരായ നേതാക്കന്മാർ അടങ്ങുന്ന സ്ഥാനാർത്ഥി പട്ടിക തന്നെയായിരിക്കും കൊല്ലത്ത് തയ്യാറായി വരിക. ചർച്ചയ്ക്കൊടുവിൽ മാത്രമായിരിക്കും ആലപ്പുഴയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരിക. അതായത് ആലപ്പുഴയിലെ കോൺഗ്രസിന്റെ MP-ആയ KC വേണുഗോപാലും മാവേലിക്കര MP-ആയ കോൺഗ്രസിലെ മുതിർന്ന നേതാവായ കൊടിക്കുന്നിൽ സുരേഷും
നിലവിൽ കോൺഗ്രസിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുതിർന്ന നേതാവായ രമേശ് ചെന്നിത്തല MLA ആയിരിക്കുന്ന ഹരിപ്പാട് മണ്ഡലങ്ങൾ അടക്കമുള്ള പ്രധാനപ്പെട്ട 3 നേതാക്കന്മാർ അടങ്ങുന്ന ആലപ്പുഴ ജില്ലയിലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക അവരുടെ കൂടി താല്പര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ ശക്തമായ സജ്ജമായ ചർച്ചയ്ക്കൊടുവിൽ മാത്രമായിരിക്കും പുറത്തു വരിക. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ 50 മണ്ഡലങ്ങളിലേക്കുള്ള കോൺഗ്രസിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്.